Hello, welcome to Rich Short Talks. Hi everyone, it's me Rahul. Welcome to Rich Short Talks. Hi. സോ യെസ്റ്റർഡേ ഓൾസോ നമുക്ക് ഇന്നലെ ഫ്രൈഡേ ഒരു നല്ല ട്രേഡിംഗ് സെക്ഷൻ തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്ത് തന്നെ നമുക്ക് ഫ്രൈഡേയിലെ ട്രേഡിംഗ് സെക്ഷൻ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൺഡേ ലാസ്റ്റ് ദീപാവലിക്ക് മുന്നേയുള്ള ലാസ്റ്റ് ഒരു ദിവസം കൂടെ നമുക്ക് ട്രേഡിംഗ് ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ചൊവ്വാഴ്ച മാർക്കറ്റ് അവധിയായിരിക്കും. സോ ഇന്ന് 18-19 ഓക്കെ 20 തീയതി നമുക്ക് ഒരു ട്രേഡിംഗ് സെക്ഷൻ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് 20 നമ്മുടെ എക്സ്പയറി ഡേയും കൂടെ ആയിരിക്കും. സോ ഇന്നലെ ഞാൻ വരച്ചിട്ടതായിരുന്നു. ഓക്കെ ഇന്നലെ നമ്മൾ വരയ്ക്കുമ്പോൾ മാർക്കറ്റ് ഏകദേശം ഇവിടെ ആയിരുന്നു. ഓക്കെ ഏകദേശം മാർക്കറ്റ് ഉണ്ടായിരുന്നത് മാർക്കറ്റ് 1 സെക്കൻഡ് ഒന്ന് റിപ്ലൈ അടിച്ച് കാണിച്ചു തരാം. മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഏകദേശം ഈ ഒരു ഏരിയയിലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ക്ലോസ് ആകുന്നതിന് മുന്നേ നമ്മൾ ഇതായിരുന്നു ലാസ്റ്റ് ക്യാൻഡിൽ മാർക്കറ്റിൻ്റെ ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, മാർക്കറ്റ് താഴോട്ടൊന്ന് വരും, താഴോട്ട് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസാണ് കൂടുതൽ. ഓക്കെ ഇത് ബൈ ഓൺ ദ ഡിപ്പ് സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിലോട്ടുള്ള ടാർഗറ്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഇത് ഇന്നത്തെ ലാസ്റ്റും ക്യാൻഡിലാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റിനെ ഒന്ന് മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല മാർക്കറ്റ് രാവിലെ എന്താ സംഭവിച്ചതെന്ന്. രാവിലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതായിരുന്നു നമ്മൾ ഇന്നലെ പ്ലാനിൽ വെച്ച് രാവിലെ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്യാപ്പ് ഡൗണിൽ തുടങ്ങി, ഗ്യാപ്പ് ഡൗണിൽ ഓപ്പണായി താഴെ നമ്മുടെ എൻട്രിയുടെ അവിടെ വന്നു, താഴെ വന്നു, എന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. ഓക്കെ ഞാൻ ഒന്ന് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു നമ്മുടെ ഹൈ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടി. സോ ഹൈ ബ്രേക്ക് ചെയ്തത് കാണാൻ കഴിയും. നല്ലൊരു വോളിയം ക്യാൻഡിലോട് കൂടി നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു വോളിയത്തോട് കൂടി തന്നെ മാർക്കറ്റ് നമ്മുടെ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ വോളിയം ആ ക്യാൻഡിൽ അടിസ്ഥാനത്തിൽ നമുക്ക് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം. സോ ആ ക്യാൻഡിൽ നമുക്ക് നോക്കിയാൽ കാണാം ഓപ്പൺ ഇസിക്കൽ ടു ലോ ക്യാൻഡിലാണ്. അതായത് എവിടെ ഓപ്പൺ ആയോ അവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ എവിടെ ഓപ്പൺ ആയോ അവിടെ അതാണ് ഓപ്പൺ ഇസിക്കൽ ടു ലോ. അതായത് നോ വിക്ക് മീൻസ് ഇവിടുന്ന് സെല്ലർ താഴോട്ട് കൊണ്ടുപോയിട്ടുമില്ല, ബയർ മുകളിലോട്ട് പൊക്കിയിട്ടുമില്ല. ഓക്കെ എവിടെ ഈ ക്യാൻഡിലെ ഇതൊരു ഹാമർ കൺഫർമേഷനാണ്. മറ്റൊരു കൺഫർമേഷൻ ഇവിടുന്ന് മാർക്കറ്റ് ഫുള്ളി സ്ട്രോങ്ങിൽ ഓപ്പൺ ചെയ്തു. ഈ ഹാമർ ഇതൊരു റെഡ് ക്യാൻഡിലാണെങ്കിൽ പോലും ആസ് പെർ ക്യാൻഡിൽ സ്റ്റഡി നമ്മൾ ഈ ക്യാൻഡിലെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ളി ബയ്യറാണുള്ളത്. ഓക്കെ ഈ ഒരു ബോഡി മാത്രമേ സെല്ലറുള്ളൂ. ഓക്കെ അതായത് ഒരു ക്യാൻഡിലിനെ ഹൈ മുതൽ ലോ വരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 100% ക്യാൻഡിൽ അറൗണ്ട് 50 to 70% ഇതിനകത്ത് ബയ്യറാണുള്ളത്. ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ സെല്ലറുള്ളൂ. സോ ഇതൊരു ബയ്യിങ് ക്യാൻഡിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ കണ്ടത് നമ്മൾ എല്ലാവരും വാച്ച് ചെയ്തായിരിക്കും നിങ്ങൾ. മാർക്കറ്റ് അടിപൊളിയായിട്ട് ഒരു അപ്പ് മൂവാണ് പോയിട്ടുള്ളത്. നമ്മൾ 750 ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇറങ്ങിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെറുതായിട്ട് ഒന്ന് മാർക്കറ്റ് പോയിട്ട് പിന്നെ മാർക്കറ്റ് ചെറിയൊരു ഹയർ ലോ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. സോ നമുക്ക് തിങ്കളാഴ്ച അനലൈസിസ് ചെയ്യാം, തിങ്കളാഴ്ചത്തേക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ സോ ഓക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ തിങ്കളാഴ്ച നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ഇപ്പം ഇന്നത്തെ ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്ത് വിടാം. ഇതെല്ലാം നമുക്ക് കളയാം. മാർക്കറ്റ് ഇനി താഴോട്ടുള്ള ലെവൽസ് അവിടെ തന്നെ കിടന്നോട്ടെ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ഓൾ ടൈം ഹൈയിലാണുള്ളത്. ഓക്കെ സോ ഓൾ ടൈം ഹൈയിലാണ് ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം നമ്മൾ 80Hൻ്റെ ഓൾമോസ്റ്റ് അടുത്താണ് നമ്മളുള്ളത്. സോ ഇനി നമുക്ക് ചെറുതായിട്ട് ഒരു ബെയറിഷ് ഒരു മൂവ്, അതായത് ഒരു പുൾ ബാക്ക്, ഇതുവരെ നിഫ്റ്റി നല്ലൊരു പുൾ ബാക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ചെറുതായിട്ടൊരു പുൾ ബാക്ക് എടുക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓൺലി സിംഗിൾ ബുള്ളിഷ് വെച്ചുകൊണ്ട് മാത്രമേ ഇരിക്കരുത്. മാർക്കറ്റിൽ നമുക്ക് ബോത്ത് സൈഡിലോട്ടൊരു ഐഡിയ വേണം. സോ നമ്മളൊരു ഡയറക്ഷണൽ ഫുള്ളി മൂവ് എടുക്കണമെങ്കിൽ നമുക്ക് എക്സ്റ്റഡേ ഡേ ലോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുടെ താഴെ മാർക്കറ്റ് ഒരു 600 താഴെ മാർക്കറ്റ് ഒരു സ്ട്രോങ് ബ്രേക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ടൊരു ട്രേഡ് നോക്കാം. ഓക്കെ അതായത് നമുക്ക് ഏകദേശം 25,400 വരെ നമുക്കൊരു ട്രേഡ് നമുക്ക് നോക്കാം. സോ അതല്ല മാർക്കറ്റ് നാളെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നാളെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിലാണ്, ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പം മൺഡേ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് അങ്ങനെ വീഴാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കാരണം നമ്മുടെ കൺട്രിയുടെ ഒരു ഇത് വെച്ചിട്ട് മാർക്കറ്റിനെ
വീഴ്ത്താൻ ചാൻസ് കുറവാണ്. സോ സെല്ലിംഗ് മാർക്കറ്റ് വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ അങ്ങനെ ഒരു ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ഡൗൺ ആയിരുന്നു ഫ്രൈഡേ. നമ്മുടെ ഇന്ത്യ വിക്സ് അപ്പായിരുന്നു. ബട്ട് എന്നിട്ട് നമ്മുടെ മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു മുകളോട്ട്. നമ്മുടെ മാർക്കറ്റിൽ ഒരു ചെറിയ കർഷൻ പോലും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഓൾ ഓവർ വേൾഡ് മാർക്കറ്റ് കറക്റ്റഡ് ആണ്. ചെറിയ 1-2% എല്ലാം താഴോട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സിംഗിൾ മാർക്കറ്റാണ്, അതായത് മൊത്തം വേൾഡിലെ വൺ ആൻഡ് ഒൺലി മാർക്കറ്റ്, അതായത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് എന്താ പറയുക നല്ലൊരു ബുള്ളിഷ് മൂവിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ മാർക്കറ്റിലും ചെറിയ ചെറിയ ഡൗൺ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ US മാർക്കറ്റ് ഓപ്പൺ ആയപ്പം ചെറിയ രീതിയിൽ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ബട്ട് എസ്റ്റർഡേ നമ്മുടെ മാർക്കറ്റ് അപ്പായ സമയത്ത് ഡൗ ജോൺസ്, S&P, നാസ്ഡാക്ക് എല്ലാം ഡൗൺ തന്നെയായിരുന്നു. സോ നമുക്ക് നാളെ ഇപ്പം ഇതിൻ്റെ താഴെ നമുക്കൊരു സ്ട്രോങ് ക്ലോസ് തരികയാണെങ്കിൽ നമുക്ക് അത് 25,600 താഴെ. ഓക്കെ, ഇങ്ങനെയാണ് നാം പറയുന്നത്. ഇന്ന് ഇങ്ങനെ ഇതിൻ്റെ താഴെ ഒരു ഫ്രീക്ക് ബ്രേക്കൗട്ടല്ല, ഒരു ബ്രേക്കൗട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് താഴോട്ടൊരു ട്രേഡ് ചെയ്യാം. സോ നമുക്ക് 25,400 ഫസ്റ്റ് ടാർഗറ്റ്. ഈ ട്രെൻഡ് ലൈന് താഴോട്ട് പോയാൽ പിന്നെ നമുക്ക് നമ്മുടെ വ്യൂ ചേഞ്ച് ആക്കി ബിയർസിലോട്ട് പോകേണ്ടി വരും. അതല്ല മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. 25,640 ടു ഏകദേശം 70-80-90 പോയിന്റ് ഉണ്ട് ഇവിടെ വരെ. ബട്ട് നമുക്കിത് ട്രേഡ് ചെയ്യേണ്ട. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഉള്ളിലെ പ്രൈസ് ആക്ഷൻ നോക്കി, അല്ലെങ്കിൽ ഇവിടുന്ന് ഇന്ന് നമ്മൾ ചെയ്ത പോലെ നല്ലൊരു ഡിപ്പ് വരികയാണെങ്കിൽ നമ്മൾ ബൈ തന്നെ നോക്കത്തുള്ളൂ, നോ സെല്ലിങ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സെല്ലിങ് നോക്കത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബൈ എൻട്രി മാത്രമേ നമ്മൾ വാച്ച് ചെയ്യത്തുള്ളൂ. ഇവിടുത്തെ ഇങ്ങനെ ആണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഒരു ബൈ നമ്മൾ നോക്കും. ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് ഒരു റീടെസ്റ്റും കൂടെ തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെല്ലിങ് നോക്കും. അതുവരെ നമ്മൾ ഇവിടുന്ന് സെല്ലിങ് നോക്കത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ സൈഡ് വേസ് ടു ബുള്ളിഷ് ആയിരിക്കും നമ്മുടെ ഒരു വ്യൂ. ഇത് പിന്നെ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഒരു ബൈയിങ് തന്നെ നോക്കത്തുള്ളൂ. ഇങ്ങനെ ഇവിടുന്ന് വല്ല ഹാമർ, ഇതേപോലത്തെ ഹാമർ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ ഓർ ബുള്ളിഷ് മർബൂസു, ബുള്ളിഷ് ഹറാമി, വാട്ടെവർ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ നമ്മൾ കാണുകയാണെങ്കിൽ ബൈ നോക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഓൾ ടൈം ഹൈ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് ഉണ്ടാവുക. ഇതിൻ്റെ താഴെ നമ്മൾ സെല്ലിങ്. ഓക്കെ, സോ നമുക്കിവിടെ നോ ട്രേഡിംഗ് സോണെന്ന് ഇന്ന് തന്നെ എഴുതി വെക്കാം. മാർക്കറ്റ് ഇന്ന് തന്നെ മാർക്കറ്റിൽ കയറിയിട്ട് നമ്മൾ നിങ്ങളുടെ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. മൺഡേ രാവിലെ തുറന്നിട്ട് മാർക്കറ്റിൽ ലെവൽ മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇന്ന് തന്നെ എല്ലാം മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡിംഗ് പ്ലാൻ എല്ലാം ഉണ്ടാക്കി ഡയറിയിൽ എഴുതി വെക്കുക. ഓക്കെ, എല്ലാം എങ്ങനെയാണ് പ്ലാൻ എല്ലാം റെഡിയാക്കി വെക്കുക. സോ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് 25,800 മുകളിലോട്ട് നമ്മൾ 26,050 ടാർഗറ്റ് നമുക്കുണ്ടാവും. 25,600 താഴോട്ട് 25,480 400. ഓക്കെ, ഈ ടാർഗറ്റ് താഴോട്ടും ഉണ്ടാവും. ഓക്കെ, ഇതായിട്ട് നമ്മുടെ 500 480 പിന്നെ 400 ഇതായിരുന്നു നമ്മുടെ താഴോട്ടുള്ള വ്യൂ. ഓക്കെ, ഇതാണ് നമ്മൾ മൺഡേ വ്യൂ. പിന്നെ നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ ബേസിക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ AI വീഡിയോ കാണുന്നവർക്കുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.